രാമായണം പോലുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ ദിവസവും പാരായണം ചെയ്യുമ്പോൾ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും അതിൻ്റെ പ്രയോജനം ലഭിക്കും. വീട്ടിലെ അന്തരീക്ഷത്തെയും അത് മെച്ചപ്പെടുത്തും. നല്ല സുഗന്ധമുള്ള അന്നത്തിന് കത്തിക്കുമ്പോൾ അതിൻ്റെ സുഗന്ധം ആ മുറിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, മറ്റു മുറികളിലും പരിസരത്തിലും അത് വ്യാപിക്കുന്നു. അതുപോലെ രാമായണ ശീലികൾ അന്തരീക്ഷത്തിൽ നല്ല തരംഗങ്ങൾ നിറയ്ക്കുന്നു. ആ വായിക്കുന്ന ആൾ തത്വം ഗ്രഹിക്കുന്നെങ്കിൽ അത് മാതൃകയായ ഒരു ജീവിതമാകും. അത് മറ്റുള്ള അംഗങ്ങളും അതുപോലെ ശീലിച്ച് അതുപോലെ പ്രവർത്തിക്കും. അങ്ങനെയുണ്ട്. പക്ഷേ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ആ നന്മയിലേക്കും ധർമ്മത്തിലേക്കും തിരിയും. രാമായണത്തിലെ കഥാപാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ അംഗങ്ങളെല്ലാം മക്കളെല്ലാം ഒന്നിനൊന്നിന് പരസ്പരം വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും രീതിയിൽ പോയതുകൊണ്ടാണ് ആ വിജയം കൈവരിക്കാൻ നടന്നത്. രാജ്യവും ധർമ്മത്തിൽ കൂടെ വന്നു, അധർമ്മികളെ നശിപ്പിച്ചു, അത് വിജയമായി മാറിയത്. പിന്നെ എല്ലാവർക്കും ഇങ്ങനെയുള്ള കഷ്ടങ്ങളുണ്ടാകും. അതിന് നല്ല മാർഗത്തിലൂടെ പോയാൽ സ്വീകരിക്കുന്ന അനുഭവം ഉണ്ടെങ്കിൽ എനിക്ക് രാജാവായി തീരാം. അകവും പുറവും യാചകനായി ഇറങ്ങേണ്ടി വരും, നീ രാജാവായി തിരിച്ചു വരാം. അങ്ങനെ സ്വീകരിക്കാനുള്ള മനസ്സുണ്ട്. ഈ യുദ്ധത്തെക്കാളും ഭയക്കേണ്ട കാര്യം ഇപ്പം ലഹരിയാണ്. കാരണം കുഞ്ഞുങ്ങളെല്ലാം ലഹരിക്ക് അടിമയായിക്കൊണ്ട് വരികയാണ്. ഇങ്ങനെയുള്ള ആത്മീയമായ കാര്യങ്ങളും ബുക്കുകളും ഭാഗവതമാകട്ടെ രാമായണമാകട്ടെ തത്വങ്ങൾ ഗ്രഹിക്കണം. അങ്ങനെ ഇത് ഗ്രഹിക്കുമ്പോൾ കുഞ്ഞുങ്ങളിലും ആ മൂല്യങ്ങൾ നിൽക്കും. പിന്നെ ആത്മവിശ്വാസം ഉണ്ടാകും, തളരത്തില്ല. നേരിടാനുള്ള കരുത്തും വൃത്തിയും ശുദ്ധിയും ധർമ്മബോധവും ഉണ്ടാകും. അപ്പം ഇതൊക്കെ മനസ്സിലാക്കി വന്നാൽ ആനന്ദം തന്നെ ഉള്ളിലാണ് മനസ്സിലാക്കും. ഈ അടുത്തൊരു പട്ടി കുഞ്ഞിനെ കൊണ്ടുവന്നു അടുത്ത വീട്ടില. അപ്പം അത് കുഞ്ഞാണ്. അപ്പം അതിങ്ങനെ എന്ത് കണ്ടാലും കടിച്ച് തിന്നുകൊണ്ട് നടക്കും. എല്ല് പോലുള്ള ഒരെണ്ണം വിൽക്കുന്നുണ്ട് പട്ടിക്ക് കുഞ്ഞു പട്ടികൾക്ക് കടിക്കാൻ, വേറൊന്നും പോയി ശല്യം ചെയ്യാതിരിക്കാം. അപ്പം അത് മേടിച്ചു കൊടുത്തു ആ കുഞ്ഞു പട്ടിക്ക്. അതിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കാൻ. പക്ഷേ അത് പല്ലിന് അത്ര മൂർച്ചയില്ലാത്തതുകൊണ്ട് അത് മുറിയത്തില്ല. അപ്പം ഇത് കണ്ടപ്പോൾ വലിയ പട്ടിക്ക് ആഗ്രഹമായി. 10 വയസ്സുള്ള പട്ടിക്ക് അത് കടിച്ച് പിടിച്ച് വലിച്ചുകൊണ്ട് വന്നിട്ട് അതുകൊണ്ട് കടിച്ച് വായിന്നിങ്ങനെ ചോര ഇങ്ങനെ ഇറ്റി വരും. എന്നിട്ടും കടിച്ച് അത് ചതഞ്ഞ് പഠിച്ച് ഇല്ലാതാക്കി. പക്ഷേ ഇവിടെ മുഴുക്ക ചോരയായിരുന്നു. അപ്പോൾ അത് തീർന്നപ്പോൾ കുഞ്ഞു പട്ടിക്ക് കൊടുക്കാൻ വേറെ എല്ലില്ല, പുതിയൊരു എല്ല് മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അത്രയും ചോര പോയി തളർന്ന പട്ടി വീണ്ടും ആ മറ്റേ പട്ടിയുടെ വായിലേക്ക് നോക്കിയിരിക്കുകയാണ് അത് പിടിച്ച് പറിക്കാൻ. 9 മണിക്കൂർ അങ്ങനെയും നോക്കി നമ്മൾ മുറി പോയിക്കുക. തനിക്ക് മുറിഞ്ഞ് പോലെ വന്നിട്ട് പോലും പഠിച്ചില്ല. തൻ്റെ മോണ കയറി വന്ന് ആസ്വദിച്ചതാണ്. അതിന് മന്നലും മനസ്സിലാകുന്നില്ല, വീണ്ടും ഇരിക്കുകയാണ് അത് കിട്ടാൻ വേണ്ടി. ഇതുപോലെയാണ് നമ്മളും. വസ്തുവിലാണ് ആനന്ദം എന്ന് പറഞ്ഞല്ലേ പോകുന്നത്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കി വന്നാൽ ആനന്ദം തന്നെ ഉള്ളിലാണ് മനസ്സിലാക്കും. അപ്പം നമ്മളുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും എങ്ങനെ എപ്പോഴും ഒരു തൃപ്തനായിരിക്കും. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൃപ്തി ഉണ്ടാകുമല്ലോ, അതുപോലെ മനസ്സിന് എപ്പോഴും ഒരു തൃപ്തി ഉണ്ടാകും. സ്വീകരിക്കാനുള്ള മനസ്സിന് ഒരു തൃപ്തി, ആ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഏതൊരു സാഹചര്യത്തിൽ ഒരു സ്വഭാവത്തെ ഒന്നിൻ്റെ വസ്തുവിനെ മനസ്സിലാക്കി നമ്മൾ പോകുമ്പോൾ അതിനകത്ത് കാണുമല്ലോ. പച്ചമാങ്ങ വെച്ചിട്ട് പഴുത്ത മാങ്ങയുടെ മധുരം ഇങ്ങനെ പച്ചമാങ്ങ കിട്ടും. വസ്തു ഒന്നാണ്. ആ വസ്തു ഒന്നാണെങ്കിലും അതിൻ്റെ ഓരോന്നിൻ്റെയും സ്വഭാവങ്ങൾ മനസ്സിലാക്കി സ്വീകരിക്കും. ഇപ്പം മിഠായിക്ക് കൊതിയുള്ള കുഞ്ഞുങ്ങൾ ചില മിഠായി മുറി ഇരുന്ന് എടുത്ത് മുട്ടിക്കുമായിരിക്കും, കഴിക്കും. കൊതിയുള്ള കുഞ്ഞുങ്ങളാണ്. അത് കുഞ്ഞാണ്, അതിന് കൊതി തോന്നിയിട്ട് ചെയ്തതാണ്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടെന്ന് വരട്ടണം. കുഞ്ഞെ കള്ളം ചെയ്യരുത്, എനിക്ക് വേണേൽ ചമ്മയോട് ചോദിക്കണം. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ആ രീതി മാത്രം ഒരു ചില ശിക്ഷയാണ് കൊടുക്കുന്നത്. അത് സ്വീകരിക്കാനുള്ള മനസ്സ്, ആ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഏതൊരു സാഹചര്യത്തിൽ. അങ്ങനെ കാണാം. 1000 ആണ്ടുകളിലൂടെ വികസിച്ച നമ്മുടെ സംസ്കാരത്തിൻ്റെ കണ്ണാടിയാണ് രാമായണം. കണ്ണാടി പൊടിയിരുന്നാൽ നമ്മൾ തൂത്ത് കളയും.
അതുപോലെ നാം കണ്ണാടി നോക്കി നമ്മുടെ മുഖത്ത് അഴുക്കുണ്ടെങ്കിൽ അത് നമ്മൾ തൂത്ത് മാറ്റും. അതുപോലെ നമ്മെ കാണിച്ചിരുന്ന കണ്ണാടിയാണ്. ഇപ്പം നമ്മെ കാണിച്ചിരുന്ന കണ്ണാടി, പക്ഷെ കണ്ണാടിയിലെ ആളെയാണ് നമ്മൾ ആരാധിക്കുന്നത്. തിരിച്ച് നമ്മളിലേക്ക് നോക്കുന്നില്ല, നമ്മളിലേക്ക് തിരിയുക. രാമായണം നമ്മെ കാണിച്ചിരുന്നൊരു കണ്ണാടിയാണ്. നമ്മെ നോക്കി നമ്മുടെ കുറവുകളെ മാറ്റുകയും കഴിവുകളെ ഉണർത്തുകയും ചെയ്യണം.